1000 വർഷത്തിന്മേൽ പഴക്കമുള്ളൊരു ശിവക്ഷേത്രം ഇന്നത്തെ മോഡേൺ ടെക്നോളജികളോ മറ്റ് ആധുനിക സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഒന്നാം രാജരാജ ചോള രാജാവ് നിർമ്മിച്ച ഇന്ത്യയിലെ തന്നെ വിലമതിക്കാനാകാത്ത ഒരു വിസ്മയ ഗോപുരം. ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MGRന്റെ കാഴ്ചശക്തിക്ക് തകരാറ് സംഭവിച്ചതും ഈ ക്ഷേത്രദർശനത്തിന് ശേഷം നടന്ന രണ്ട് സംഭവങ്ങളാണ്. അതായത് അധികാരത്തിലിരിക്കുന്നവരും അധികാരം ആഗ്രഹിക്കുന്നവരും ഈ ക്ഷേത്രം സന്ദർശിക്കാൻ പാടില്ല എന്ന് ചുരുക്കം. പ്രണയിക്കുന്നവരാകട്ടെ ജോഡിയല്ലാതെ ഒറ്റയ്ക്കിവിടെ വന്നാൽ ആ പ്രണയബന്ധം തകരുമെന്നും പറയപ്പെടുന്നു. 1000 ആനകളെയും 5000 കുതിരകളെയും 1,30,000 പടയാളികളെയും 1.5 ലക്ഷം ടൺ കരിങ്കല്ലുകളും ഉപയോഗിച്ച് വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയ ക്ഷേത്രമാണിതെന്ന് ചരിത്രം പറയുന്നു. രാത്രിയിൽ സ്വർണം പോലെ തിളങ്ങുന്ന രാജ്യത്തെ ഏറ്റവും വലിപ്പമുള്ള ക്ഷേത്രങ്ങളിലൊന്നായ പെരിയ കോവിൽ കാണാൻ ഓരോ ദിവസവും ആയിരങ്ങളാണ് എത്തുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളിലൊന്നാണ് തഞ്ചാവൂരിലെ കാവേരി നദിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ബൃഹദീശ്വര ക്ഷേത്രം. എന്നാൽ ഉച്ച സമയത്ത് ഈ ക്ഷേത്രത്തിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല. വർഷത്തിൽ ഒരു സമയത്തും നട്ടുച്ചയ്ക്ക് നിഴൽ വീഴാത്ത വിധത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രം പൂർത്തിയായപ്പോൾ ക്ഷേത്രത്തിന്റെ ഉയരം കണ്ട് രാജാവിനൊരു സംശയമുണ്ടായി. അത് ശില്പിയോട് ചോദിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രം എപ്പോഴെങ്കിലും വീഴാൻ പോകുമോ എന്നായിരുന്നു ആ ചോദ്യം. എന്നാൽ ശില്പിയുടെ മറുപടി ക്ഷേത്രത്തിന്റെ നിഴൽ പോലും ഭൂമിയിൽ വീഴില്ല എന്നായിരുന്നു. അത് സത്യമായി. 5 നിലകളുള്ള ആദ്യ ഗോപുരത്തിന് പേര് കേരളാന്തകൻ തിരുവയൽ എന്നാണ്. കേരളത്തിലെ രാജാവായിരുന്ന ഭാസ്കര രവിവർമ്മനെ കീഴടക്കിയതിനെ തുടർന്ന് രാജരാജ ചോളന് കേരളാന്തകൻ എന്ന ബഹുമതി ലഭിച്ചിരുന്നു. ആ വിജയത്തിന്റെ ഓർമ്മയ്ക്കായി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി 8 വർഷത്തിനു ശേഷം നിർമ്മിച്ചതാണ് ഈ ഗോപുരം. 3 നിലകളുള്ള രണ്ടാമത്തെ ഗോപുരത്തിന് രാജരാജൻ തിരുവയൽ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ആദ്യ ഗോപുരം നിർമ്മിക്കുന്നതിന് മുൻപ് ഇതിന്റെ പണി പൂർത്തിയാക്കിയിരുന്നു. ശിവപാർവതി പരിണയം, മാർക്കണ്ഡേയനെ കാലനിൽ നിന്ന് രക്ഷിക്കുന്ന ശിവൻ, മുരുകനും വള്ളിയും, ഇങ്ങനെ പുരാണ കഥകളിൽ നിന്നുള്ള രംഗങ്ങളാണ് കൂടുതലായി കൊത്തിവെച്ചിരിക്കുന്നത്. ഉൾഭാഗത്ത് ബോധിവൃക്ഷ ചുവട്ടിലിരിക്കുന്ന ബുദ്ധന്റെയും യുദ്ധത്തിന് പുറപ്പെടുന്ന ഗണപതിയുടെയും രൂപങ്ങൾക്കൊപ്പം ശിവലിംഗം തലയിലേറ്റി നടക്കുന്ന രാജാക്കന്മാരുടെ ശില്പങ്ങളും കാണാം. 82 ടൺ ഭാരമുള്ള ക്ഷേത്രത്തിന് മുകളിലെ മകുടം ഇന്നും ക്ഷേത്ര സന്ദർശകർക്ക് മുന്നിൽ അത്ഭുതമായി നിലകൊള്ളുന്നു. ഇന്നത്തെ സാങ്കേതിക വിദ്യയൊന്നും ലഭ്യമല്ലാതിരുന്ന കാലത്ത് ഇത്രയും ഭാരമുള്ള കല്ല് ഗോപുരത്തിന് മുകളിൽ പ്രതിഷ്ഠിച്ചത് എങ്ങനെയെന്ന് ആലോചിക്കുമ്പോൾ ആർക്കും ആശ്ചര്യം തോന്നാം. തഞ്ചാവൂരിൽ നിന്ന് ഏതാണ്ട് 6.5 കിലോമീറ്റർ ദൂരെയുള്ള സരപല്ലം എന്ന സ്ഥലത്തു നിന്ന് നിർമ്മിച്ച ചരിഞ്ഞ പ്രതലത്തിലൂടെയാണ് ഈ ശില ഗോപുരത്തിന് മുകളിൽ എത്തിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. രാജരാജ ചോഴൻ പണികഴിപ്പിച്ചതിനാൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവന് രാജരാജേശ്വരൻ എന്നും ക്ഷേത്രത്തിന് രാജരാജേശ്വര ക്ഷേത്രമെന്നും പേര് ലഭിച്ചു. പെരുവുടയാർ കോവിൽ എന്നത് പെരിയ ആവുടയാർ കോവിലിനെ സൂചിപ്പിക്കുന്നു. ശിവന്റെ ഒരു നാമമാണ് ആവുടയാർ എന്നത്. ചോഴ ഭരണകാലത്താണ് ഈ പേരുകൾ നിലനിന്നിരുന്നത്. 19-ാം നൂറ്റാണ്ടിലെ മറാഠ സാമ്രാജ്യകാലത്ത് ഈ ക്ഷേത്രം ബൃഹദേശ്വരം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. നന്ദി മണ്ഡപത്തിലുള്ള നന്ദി ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതും 12 അടി ഉയരവും 20 അടി നീളവും ഉള്ളതാണ്. ഏകദേശം 25 ടൺ തൂക്കവും ഉണ്ട്. മഹാനന്ദി സ്ഥിതി ചെയ്യുന്ന നന്ദി മണ്ഡപം പല വർണ്ണങ്ങളിലുള്ള ചിത്രപ്പണികളാൽ നിറഞ്ഞതാണ്. ചോഴ, നായ്ക്കർ, മറാഠ രാജാക്കന്മാർക്ക് ചിത്രപ്പണികളോടും കരിങ്കൽ കൊത്തുപണികളോടുമുള്ള താല്പര്യവും കഴിവും ഈ ക്ഷേത്രത്തിൽ പ്രകടമാണ്. പ്രകാര മണ്ഡപത്തിൽ മാർക്കണ്ഡേയ പുരാണം, തിരുവിളയാടൽ പുരാണം എന്നിവയുടെ കഥ പറയുന്ന ചുമർ ചിത്രങ്ങൾ കാണാം. ക്ഷേത്ര മതിൽക്കെട്ടിൽ പോലും കൊത്തുപണികൾ കാണാം. നായ്ക്കന്മാരുടെ ജീവചരിതവും ഭരതനാട്യത്തിന്റെ 108 അഭിനയ മുദ്രകളും ആലേഖനം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ സംരക്ഷണം പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിന്റെ ചുമതലയിൽപ്പെട്ടതിനാൽ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്നു. തഞ്ചാവൂർ ക്ഷേത്രത്തിലെ കീർത്തനാലാപനത്തിനു വേണ്ടി മാത്രം 50 ഗായകരെ ഏർപ്പാടാക്കിയിരുന്നു. അവിടുത്തെ നൃത്തമണ്ഡപങ്ങളിൽ നൃത്തമാടുന്നതിനായി 400 നർത്തകികളും വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുവാനായി മാത്രം 100 വാദ്യകലാകാരന്മാരും ഉണ്ടായിരുന്നു.
കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ചനാണ് രാജരാജ ക്ഷേത്രത്തിന്റെ ശില്പി. ക്ഷേത്രത്തിന്റെ മതിലിൽ അദ്ദേഹത്തിന്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്. പുറത്തെ മതിലായ തിരുച്ചുറ മാളികയുടെ നിർമ്മാണ നേതൃത്വം രാജരാജ ചോഴന്റെ സൈന്യാധിപനായ കൃഷ്ണരാമന്റെ നേതൃത്വത്തിലും ഭരണം അതിഥൻ സൂര്യൻ എന്ന പ്രധാന ഉദ്യോഗസ്ഥന്റെ കീഴിലുമായിരുന്നു. ബൃഹദീശ്വര ക്ഷേത്രത്തിലെ ശിവലിംഗം പരമശിവന്റെ ദിവ്യശക്തിയുള്ള വലിയ ശിലാപ്രതിമയാണ്. ഒറ്റക്കല്ലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 20 ടണ്ണാണ് ഇതിൻ്റെ ഭാരം. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിലൊന്നാണ്. ആത്മീയ പ്രാധാന്യത്തിന് പുറമെ അതിൻ്റെ വലിപ്പവും ഭാരവും ആളുകളെ അത്ഭുതപ്പെടുത്തുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രധാന ക്ലാസിക്കൽ നൃത്തരൂപമായ ഭരതനാട്യത്തിലെ 81 ഭാവങ്ങൾ ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളാണ് ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം. ക്ഷേത്രത്തിൻ്റെ പുറം ചുവരുകളിലാണ് ഈ ഭാവങ്ങൾ കൊത്തുപണി ചെയ്തിരിക്കുന്നത്. ഈ മനോഹരമായ കൊത്തുപണികൾ തമിഴ്നാടിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ അനുസ്മരിപ്പിക്കുന്നു. പൂക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ, ഇലകൾ എന്നിവയിൽ നിന്ന് നിർമ്മിച്ച പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിൻ്റെ ചുവരിൽ സ്ഥാപിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായ ഈ നിറങ്ങളുടെ ഓരോ സ്പർശനവും ക്ഷേത്രത്തിൻ്റെ ദൃശ്യഭംഗി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സാംസ്കാരിക പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അഷ്ടദിക്പാലക വിഗ്രഹങ്ങളുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ബൃഹദീശ്വര ക്ഷേത്രം. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രാനൈറ്റ് ക്ഷേത്രമാണ് ബൃഹദീശ്വര ക്ഷേത്രം. ഏകദേശം 60,000 ടൺ ഗ്രാനൈറ്റാണ് ക്ഷേത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അത്ഭുതകരമായ ക്ഷേത്രം 6 വലിയ ഭൂകമ്പങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു തരത്തിലുമുള്ള കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഭൂരിഭാഗവും കട്ടിയുള്ള കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കി ഭാഗം മണൽ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റ് കല്ലിൻ്റെ ഏറ്റവും അടുത്തുള്ള ഉറവിടം ക്ഷേത്രത്തിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയാണ്. ഇത്രയും വലിപ്പവും കനവുമുള്ള കല്ലുകൾ എങ്ങനെയാണ് ഇത്രയും ദൂരെ നിന്ന് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് എന്നതിന് ഇന്ന് ആർക്കും ഉത്തരമില്ല. ബൃഹദീശ്വര ക്ഷേത്രത്തിലെ നിത്യവിളക്കുകൾക്കുള്ള നെയ്യ് തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി രാജരാജ ചോള ചക്രവർത്തി 4000 പശുക്കളെയും 7000 ആടുകളെയും 30 എരുമകളെയും കൂടാതെ 2500 ഏക്കർ ഭൂമി എന്നിവ ക്ഷേത്രത്തിന് സംഭാവന നൽകിയതായി ക്ഷേത്രത്തിലെ ലിഖിതങ്ങൾ കാണിക്കുന്നുണ്ട്. ക്ഷേത്ര സംവിധാനം സുഗമമായി നടത്തുന്നതിന് 192 ജീവനക്കാരെയും നിയമിച്ചതായി പറയുന്നു. മുഗൾ ഭരണാധികാരികളുടെ യുദ്ധങ്ങളും ആക്രമണങ്ങളും നശീകരണ പ്രവർത്തനങ്ങളും കാരണം ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പിന്നീട് ഹിന്ദു രാജാക്കന്മാർ ഈ പ്രദേശം വീണ്ടും കീഴടക്കിയപ്പോൾ അവർ ഈ ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും മറ്റ് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. കാർത്തികേയ ക്ഷേത്രം, പാർവതിയമ്മൻ ക്ഷേത്രം, നന്ദിയുടെ വിഗ്രഹം എന്നിവ 17-ാം നൂറ്റാണ്ടിൽ നായക് രാജാക്കന്മാരാണ് നിർമ്മിച്ചത്. സംസ്കൃതത്തിലും തമിഴിലുമായി നിരവധി എപ്പിഗ്രാഫുകളും ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. കാലത്തെ അതിജീവിച്ച് ഒരു അത്ഭുതമായി നിലനിൽക്കുന്ന തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരക പട്ടികയിലും ഇടം പിടിച്ചിട്ടുണ്ട്.